ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വെറുതെ ഇരുന്നപ്പം പിള്ളേർ വരാനാകുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കേക്കൊന്നും അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടേ ഇല്ല, ഓവൻ മേടിച്ച് വെച്ചതല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ജസ്റ്റ് ആട്ടോ, ആരും തെറ്റുകുറ്റങ്ങളൊന്നും പറയരുത്. എല്ലാവരും ഇങ്ങനെയൊന്നും ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ എടുത്തേക്കുന്ന പാലാണ്, കുറച്ച് ഈന്തപ്പഴം, അത് നമ്മുടെ ചോയ്സാണ്, പിന്നെ കുറച്ച് പഞ്ചസാര, അളവൊന്നും കറക്റ്റ് പറയാൻ അറിയില്ല, പിന്നെ മൈദപ്പൊടി അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്, ഓയിൽ. അപ്പോൾ ഓയിലിന് പകരം ബട്ടറാണ് നല്ലത്, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഓയിലെടുത്തു. പിന്നെ ബേക്കിംഗ് പൗഡർ കുറച്ച്, 2 മുട്ട, പിന്നെ വാനില എസൻസ്. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ഈ ലൂസായിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. നമുക്ക് ബീറ്ററില്ല, അതുകൊണ്ട് നമ്മൾ പാല്, പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂടെ ഇടുന്നതാണ് നല്ലത്, മുട്ടയും പിന്നെ നമ്മുടെ ഓയിലും ഇതെല്ലാം കൂടി ഇച്ചിരി കൂടുതലായിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി, ഒരു നുള്ള ബേക്കിംഗ് പൗഡർ, പിന്നെ എടുത്തു വെച്ച ഈന്തപ്പഴം, അതൊന്നും ഞാൻ പറഞ്ഞില്ല, ചോയ്സാണേ, നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച് അതും കൂടെ കൂട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തുള്ളി വാനില എസൻസും. ഓക്കെ, അപ്പം ഓവനിൽ നമ്മൾ കൺവെൻഷൻ മോഡിലിടുന്നു, മിനിറ്റ് സെറ്റ് ചെയ്യുന്നു. 180 ഡിഗ്രിയിലാണ് നമ്മൾ വെക്കേണ്ടത് കേക്ക്. നമ്മൾ 40 മിനിറ്റാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സത്യം പറയല്ലോ, ഞങ്ങൾക്ക് പോലും അത്ഭുതമായി. അടിപൊളി കേക്കായി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് ഉണ്ടാക്കി. സത്യം പറയാലോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയ്ക്ക് ക്ലിയർ ആവുമെന്ന്. കാരണം നന്നാവുമെന്ന്, ബീറ്ററൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്തതല്ലേ. പക്ഷെ എത്രയ്ക്കായാലും നന്നായി. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.